കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പര കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ചതാണ്. കേസിൽ പ്രതി ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് മരിച്ചത് സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്നാണ് ഫോറൻസിക് സർജന്റെ മൊഴി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ സർജൻ ഡോക്ടർ കെ പ്രസന്നനാണ് സാക്ഷി വിസ്താരത്തിനിടെ കോടതിയിൽ മൊഴി നൽകിയത്. റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ സംശയത്തെ തുടർന്നാണ് രാസപരിശോധന നടത്തിയതെന്നാണ് ഡോക്ടർ പ്രസന്നൻ മൊഴി നൽകിയത്. സെപ്റ്റംബറിലാണ് ജോളി തന്റെ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. കടലക്കറിയിൽ സയനൈഡ് കലർത്തി നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കേസിന്റെ വിചാരണയിലാണ് സയനൈഡിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് സർജൻ മൊഴി നൽകിയിരിക്കുന്നത്. റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആർ സോനുവാണ് സയനൈഡിന് സമാനമായ വിഷാംശത്തിന്റെ കാര്യം സൂചിപ്പിച്ചത്. തുടർന്ന് നടത്തിയ രാസപരിശോധനയിൽ സയനൈഡിന്റെ അംശം തിരിച്ചറിയുകയായിരുന്നെന്ന് ഡോക്ടർ പ്രസന്നൻ കോടതിയിൽ മൊഴി നൽകി. ഡോക്ടർ ആർ സോനു അന്തരിച്ചതിനാലാണ് അന്ന് വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ കെ പ്രസന്നന്റെ സാക്ഷിമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. സാക്ഷിപ്പട്ടികയിൽ 123-ാമതായാണ് പ്രസന്നനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടത്തായിൽ 2002 മുതൽ 2016 വരെ ഒരേ കുടുംബത്തിലെ 6 പേരെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ്, റോയിയുടെ മാതാപിതാക്കളായ റിട്ടയർഡ് അധ്യാപിക പൊന്നാമറ്റം അന്നമ്മ, റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ടോം തോമസ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരപുത്രനും ജോളിയുടെ രണ്ടാം ഭർത്താവുമായ ഷാജൂസ്കറിയുടെ മുൻ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരെയാണ് ഭക്ഷണത്തിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയത്. റോയ് തോമസിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക പരമ്പരയുടെ വിവരം പുറത്തറിഞ്ഞത്. 2019 ഒക്ടോബർ 5-നാണ് ജോളിയെ കോഴിക്കോട് റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോളിക്കെതിരെ രണ്ടാം ഭർത്താവ് ഷാജൂസ്കറിയ നൽകിയ വിവാഹമോചന ഹർജി കോഴിക്കോട് കുടുംബ കോടതി കഴിഞ്ഞ മാസം അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.